GST സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ചാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം നേടിയതെന്ന് റിപ്പോർട്ടർ വാർത്ത സ്ഥിരീകരിച്ച ധനമന്ത്രി നിയമസഭയിൽ. അനിൽ ശങ്കറിനെതിരായ നടപടി അവസാന ഘട്ടത്തിലാണെന്നും വ്യാജ സർട്ടിഫിക്കറ്റിനെതിരെ MG സർവകലാശാല പോലീസിൽ പരാതി നൽകിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു. റിപ്പോർട്ടർ ഫോളോ അപ്പ്. GST സ്റ്റേറ്റ് ടാക്സ് ഓഫീസറും ഭരണാനുകൂല സംഘടനാ പ്രവർത്തകനുമായ അനിൽ ശങ്കറിന്റെ സ്ഥാനക്കയറ്റം വ്യാജരേഖകൾ ഹാജരാക്കിയാണെന്ന് റിപ്പോർട്ടർ തുടർ വാർത്തകളിലൂടെ പുറത്തു കൊണ്ടുവന്നിരുന്നു. വാർത്തയ്ക്ക് പിന്നാലെ GST വകുപ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ടും സമർപ്പിച്ചു. വ്യാജരേഖകളും സർട്ടിഫിക്കറ്റുമാണ് അനിൽ ശങ്കർ ഹാജരാക്കിയതെന്ന് അന്വേഷണത്തിലും കണ്ടെത്തി. എന്നാൽ ഭരണാനുകൂല സംഘടനാ പ്രവർത്തകനായതിനാൽ അനിൽ ശങ്കറിനെ സംരക്ഷിക്കുകയാണ് സർക്കാരും GST വകുപ്പും. ആശ്രിത നിയമനത്തിലൂടെ LD ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ച അനിൽ ശങ്കർ അവിടുന്ന് അങ്ങോട്ടേക്ക് നേടിയ ജോലിക്കയറ്റങ്ങളെല്ലാം വ്യാജരേഖകളുടെ പിൻബലത്തോടെയായിരുന്നുവെന്ന് തെളിവുകൾ സഹിതം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു. പാസ്സാകാത്ത വകുപ്പ് തല പരീക്ഷകൾ പാസ്സായെന്ന് സർവീസ് ബുക്കിൽ എഴുതി ചേർത്തു. പാസ്സാകാത്ത ബിരുദം MG സർവകലാശാലയിൽ നിന്ന് വ്യാജമായി ഉണ്ടാക്കി. വ്യാജ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഓഫീസ് ഫയലിലുമെത്തി. പരാതിയായതോടെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് MG സർവകലാശാല കണ്ടെത്തി. പോലീസിൽ പരാതിയും നൽകി. വർഷങ്ങൾക്ക് മുമ്പ് പരാതി ഉയർന്നിട്ടും അനിൽ ശങ്കറിന് ഒന്നും സംഭവിച്ചില്ല. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ വിഷയം നിയമസഭയിലുമെത്തി. ജൂലൈ 9 മറുപടി നൽകേണ്ട ചോദ്യം ധനവകുപ്പ് പൂഴ്ത്തി. കഴിഞ്ഞ ആഴ്ചയാണ് ഉത്തരം അപ്ലോഡ് ചെയ്തത്. അതിൽ അനിൽ ശങ്കറിനെതിരായ അന്വേഷണ റിപ്പോർട്ടും MG സർവകലാശാലയുടെ മറുപടിയും എല്ലാമുണ്ട്. പക്ഷേ ഇതുവരെ സർക്കാരോ GST വകുപ്പോ വ്യാജരേഖ ചമച്ചതിൽ പോലീസിനെ സമീപിക്കാൻ തയ്യാറായിട്ടില്ല. നടപടി അന്തിമഘട്ടത്തിലാണെന്നാണ് ധനമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. ഈ വരുന്ന മെയ് മാസം അനിൽ ശങ്കർ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്യും. ആശ്രിത നിയമനത്തിലൂടെ LD ക്ലർക്കായി വന്ന ഒരു മനുഷ്യൻ ഓരോ സ്ഥാനക്കയറ്റത്തിന് പിന്നിലും വ്യാജരേഖകൾ ഹാജരാക്കുന്നു. MG സർവകലാശാലയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മുടെ സർക്കാരും GST വകുപ്പും കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഭരണാനുകൂല സംഘടനയിൽ തുടരുകയാണ് ഇപ്പോഴും അനിൽ ശങ്കർ. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.